നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബട്ടർഫ്ലൈ സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ബട്ടർഫ്ലൈ സ്റ്റിച്ച് രണ്ട് മെത്തേഡുണ്ട്. രണ്ട് മെത്തേഡും നമുക്ക് പഠിക്കാം. ആദ്യം പാരലലായിട്ട് രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കണം. ഈ രണ്ട് ലൈൻസും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ. ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പെങ്കിലും വേണം. ഇനി ഈ ലൈനിൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് നമുക്കിത് ഇതേപോലെ അടയാളപ്പെടുത്താം. നമ്മുടെ സ്റ്റിച്ചെല്ലാം ഒരേ മെഷർമെൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് അടയാളപ്പെടുത്തുന്നത്. രണ്ട് ലൈനിലും നമുക്ക് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് ഇതേപോലെ അടയാളപ്പെടുത്തണം. അതുപോലെ മുകളിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് താഴെയും മാർക്ക് ചെയ്യേണ്ടത്. മുകളിൽ മാർക്ക് ചെയ്ത അതിന് നേരെ താഴെയായിട്ടാണ് താഴത്തെ ലൈനിലും മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്യാതെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ബിഗിനേഴ്സ് എപ്പോഴും മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം ഒരേ മെഷർമെൻറ്റിൽ തന്നെ സ്റ്റിച്ച് വരണമെന്നില്ല. അതുകൊണ്ട് മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. സിൽക്ക് ത്രെഡ് ഡബിൾ ലെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ബോബിനിലും കൂടി ഞാൻ ഇതേപോലെ ചുറ്റിയെടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ വരച്ചിരിക്കുന്ന ലൈനില്ലേ, ഈ ലൈനിൽ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കണം. ഔട്ട്ലൈൻ കൊടുക്കാതെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ബിഗിനേഴ്സ് എപ്പോഴും ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആയതിനു ശേഷം വേണമെങ്കിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാതെ ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. ഫസ്റ്റ് ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. പിന്നെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്യാൻ ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് അതേ കളർ തന്നെ ആയിരിക്കണം കേട്ടോ ചെയിൻ സ്റ്റിച്ചും കൊടുക്കേണ്ടത്. അതേ സിൽക്ക് ത്രെഡ് തന്നെ ഡബിൾ ലെയറിലാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചും കൊടുക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് പുറത്തേക്ക് ത്രെഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്യാൻ ഏത് കളർ ത്രെഡാണോ യൂസ് ചെയ്യുന്നത് അതേ ത്രെഡ് കൊണ്ട് തന്നെ ചെയിൻ സ്റ്റിച്ചും കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ രണ്ട് ലൈനിലും ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തു. ഇനി ആദ്യം നമ്മൾ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിരുന്നില്ലേ, അത് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കണം കേട്ടോ. ഞാൻ പേന കൊണ്ട് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. കാരണം നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ മുകളിലൂടെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ആ ഒരു പോയിൻ്റ് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ മാർക്കിങ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ മാർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ സ്റ്റിച്ച് ക്രോസിലാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ സിക്സാഗ് ഒക്കെ ചെയ്തില്ലേ, സെയിം അതേ രീതിയിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യേണ്ടത് താഴത്തെ ഈ ഒരു കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോർണറിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെയിൻ എടുക്കുക. ചെയിൻ എടുത്തതിന് ശേഷം ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ പുറത്തായിട്ട് അടുത്തൊരു ചെയിൻ. അപ്പോൾ അവിടെ ഒരു നോട്ടായി, ലോക്ക് സ്റ്റിച്ച് പോലെയായി. ഇനി ക്രോസിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത സ്ഥലത്ത് ചെയിൻ്റെ ഉള്ളിലായിട്ടൊരു ചെയിൻ സ്റ്റിച്ച്, ചെയിൻ്റെ പുറത്തായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്. പുറത്ത് കൊടുക്കുന്ന സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച് പോലെയാണ് കേട്ടോ. ഇനി നേരെ താഴേക്ക് വരിക. താഴെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ റൈറ്റ് സൈഡിൽ ആ ചെയിൻ കൊടുത്തതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, അതിനുശേഷം പുറത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച്. ഇനി വീണ്ടും മുകളിലേക്ക് പോവുക. മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലായിട്ടൊരു ചെയിൻ സ്റ്റിച്ച്, പുറത്ത് ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും താഴേക്ക് വരിക. ഉള്ളിലായിട്ട് ചെയിൻ സ്റ്റിച്ച്, പുറത്ത് ലോക്ക് സ്റ്റിച്ച്. വീണ്ടും മുകളിൽ പോവുക. മുകളിൽ ഉള്ളിലായിട്ട് ചെയിൻ സ്റ്റിച്ച്, അതിനുശേഷം ആ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ പുറത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച്. ഇതേ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. താഴത്തെ ലൈനിൽ നമ്മൾ റൈറ്റിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതേസമയം മുകളിൽ പോകുമ്പോൾ ലെഫ്റ്റിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മുകളിലും താഴെയുള്ള ചെയിൻ സ്റ്റിച്ചും ലോക്ക് സ്റ്റിച്ചും ഒരേപോലെ വരാനാണ് കേട്ടോ നമ്മൾ ആ ഇടയ്ക്ക് ഒരു ചെയിനിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തത്. നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് ആ ചെയിൻ സ്റ്റിച്ചും ലോക്ക് സ്റ്റിച്ചും കയറി ഇറങ്ങിയൊക്കെ പോവും. അപ്പോൾ ഒരു ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെയിനിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിച്ച്, ചെയിനിൻ്റെ പുറത്തൊരു സ്റ്റിച്ച്, ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലൈൻ കിട്ടും. മുകളിലത്തെ സ്റ്റിച്ച് നമ്മൾ ആ ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ലേ മുകളിൽ സ്റ്റാർട്ടിങ്ങിൽ, അവിടെ വരെ സ്റ്റിച്ച് വരും. താഴത്തെ ലൈനിലും അതേപോലെ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ലേ, അവിടെ വരെയാണ് സ്റ്റിച്ചസ് വരേണ്ടത്. മുകളിലും താഴെയും ഒരേപോലെ സ്റ്റിച്ചസ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ച് ഒരേപോലെ തന്നെ മുകളിലും താഴെയും മാർക്ക് ചെയ്തത്. ഇപ്പോൾ ഈ സ്റ്റിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ ഷേപ്പില്ലേ. ഇപ്പോൾ നമ്മൾ ഒരു ലെയർ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ലെയർ ചെയ്ത് തുടങ്ങാം.
ഇനി അടുത്ത ലെയർ ചെയ്യുമ്പോൾ സെയിം കളർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സെയിം കളർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. പക്ഷേ നമ്മൾ ഡിഫറൻറ്റ് കളറാണ് അടുത്ത സ്റ്റിച്ചിന് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ത്രെഡ് എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത കളർ യൂസ് ചെയ്യാം. അത് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതേ കളർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻഡിനോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അടുത്ത ഒരു മുകളിലത്തെ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ചെയിൻ സ്റ്റിച്ച് കൊടുത്തേക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം അതിന് പുറത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും താഴെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് കൊടുത്തതിൻ്റെ റൈറ്റ് സൈഡിൽ ഉള്ളിലായിട്ടൊരു ചെയിൻ സ്റ്റിച്ച്, പുറത്ത് ലോക്ക് സ്റ്റിച്ച്. വീണ്ടും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലായിട്ട് ചെയിൻ സ്റ്റിച്ച്, പുറത്ത് ലോക്ക് സ്റ്റിച്ച്. ഇപ്പം നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്തു പോയാൽ മതി. ഇവിടെ നമ്മൾ മുകളിലും താഴെയും എടുക്കുന്ന ഓരോ സ്റ്റിച്ചിനും സെൻറ്ററിൽ ഓവർലാപ്പായിട്ടാണ് കേട്ടോ ത്രെഡ് വരുന്നത്. സെൻറ്റർ ഒരു 3D എഫക്റ്റിൽ ആ ഒരു ത്രെഡ് ഇങ്ങനെ മുകളിലേക്ക് ഇരിക്കും. മുകളിലും താഴെയും സൈഡ്സ് ഇതുപോലെ വിരിഞ്ഞ പോലെ ഇരിക്കും. രണ്ട് സൈഡിലും നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെൻറ്ററിൽ വീതി കുറഞ്ഞ് എംബോസ്ഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി എപ്പോഴും ടൈറ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യണം. ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്യുന്ന അത്രയും ഭാഗത്തിൽ തുണി ചുരുങ്ങി വരും. കാരണം നമ്മൾ മുകളിലും താഴെയും ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ ഒരു നീഡിലിനെ വലിക്കുകയല്ലേ, ആ ത്രെഡിനെ ഇതുപോലെ വലിക്കുമ്പോൾ തുണി ചുരുങ്ങും. അപ്പോൾ തുണി ചുരുങ്ങാതിരിക്കണമെങ്കിൽ നമ്മുടെ ക്ലോത്ത് എപ്പോഴും ടൈറ്റായിട്ട് ഫിക്സ് ആയിരിക്കണം. ഇനി ഇവിടെയും എൻഡ് ചെയ്യേണ്ടത് മുകളിൽ ആ ഒരു ബട്ടർഫ്ലൈ ഇല്ലേ ഫസ്റ്റ് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ച് വരെയും താഴെ നമ്മൾ ആ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തപ്പോഴത്തേക്ക് മുകൾ വശം നമുക്ക് ഫില്ലായി. താഴെയും അതേപോലെ ഒരു സ്റ്റിച്ചും കൂടി ആകുമ്പോഴേക്ക് നമ്മുടെ ആ ഒരു 1 സെൻറ്റിമീറ്റർ ഫില്ലാവും. ഇപ്പം നമ്മൾ 2 ബട്ടർഫ്ലൈ ഷേപ്പ് ചെയ്തു. ഈ 2 ബട്ടർഫ്ലൈയുടെയും സെൻറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോ? സെൻറ്റർ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് വരുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ശരിയായിട്ടല്ലെങ്കിൽ ഈ ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഡയമണ്ട് ഷേപ്പ് കൂടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണേ. ഇനി അടുത്ത ലെയർ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ലെയർ നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്ത പോലെ തന്നെ ആ ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത പോയിൻ്റ് ഇല്ലേ, ആ ഒരു പോയിൻറ്റിലേക്ക് ക്രോസിൽ ആ ചെയിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ആ ഒരു ചെയിൻ്റെ പുറത്തായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇനി നേരെ താഴെ ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇനി മുകളിൽ ലെഫ്റ്റിലായിട്ട് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. താഴെ റൈറ്റിലായിട്ട് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇതേപോലെ മുകളിലും താഴെയും ഓപ്പോസിറ്റ് സൈഡ്സ് ഫില്ല് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇവിടെ ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിൽ ഡയമണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ? ഇതേപോലെ തന്നെ ഡയമണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റിച്ച് കാണാൻ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തുള്ളൂ. അതുപോലെ മുകളിലും താഴെയും ത്രെഡ് വലിക്കുമ്പോൾ ടൈറ്റായിട്ട് വലിക്കരുത്, ലൂസായിട്ട് തന്നെ പിടിക്കണം. അല്ലെങ്കിൽ ക്ലോത്ത് നല്ല ചുരുങ്ങിപ്പോവും. അപ്പോൾ ക്ലോത്ത് ചുരുങ്ങാതിരിക്കണമെങ്കിൽ മുകളിലേക്കും താഴേക്കും നമ്മൾ ത്രെഡ് വലിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് പിടിക്കണം കേട്ടോ. ക്ലോത്ത് ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ക്ലോത്ത് ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്കും താഴേക്കും ത്രെഡ് പിടിക്കുമ്പോൾ എന്തായാലും തുണി ചുരുങ്ങും. തുണി ചുരുങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു ഡയമണ്ട് ഷേപ്പില്ലേ, ആ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ചുരുക്കം വരുന്നത്. അപ്പോൾ പിന്നെ സ്റ്റിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ക്ലോത്തും ടൈറ്റ് ആയിരിക്കണം. പിന്നെ ത്രെഡ് നമ്മൾ മുകളിലേക്കും താഴേക്കും പിടിക്കുമ്പോഴും കുറച്ച് ലൂസായിട്ട് തന്നെ പിടിക്കണം. ഇനി ഇവിടെ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ബട്ടർഫ്ലൈ സ്റ്റിച്ചിന് എപ്പോഴും ഔട്ട്ലൈൻ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കത്തില്ല. ഞാനിവിടെ സെറി ത്രെഡിൻ്റെ ഔട്ട്ലൈനാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ കുറച്ച് കയറി ഇറങ്ങിയൊക്കെ ഉണ്ടെങ്കിലും അത് ക്ലിയർ ആയിക്കോളും. മുകളിലും താഴെയും ഒരേപോലെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കണം കേട്ടോ. ഔട്ട്ലൈൻ സെയിം കളർ ത്രെഡ് വേണമെങ്കിലും കൊടുക്കാം. ബട്ടർഫ്ലൈ സ്റ്റിച്ച് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. സെൻറ്ററിലെ ആ ഒരു ഡയമണ്ട് ഇല്ലേ, ആ ഒരു ഡയമണ്ടിൽ വേണമെങ്കിൽ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ആ ഒരു ത്രെഡിൻ്റെ സെൻറ്റർ പാർട്ടിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ സിൽക്ക് ത്രെഡ് 12 ലെയർ എടുത്തിട്ടുണ്ട്.
6 ലെയർ ത്രെഡ് എടുത്ത് അത് നീഡിലിൽ കോർത്ത് ഡബിളായിട്ട് ഇതേപോലെ കെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് 12 ലെയറായിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു സെൻറ്റർ പാർട്ടില്ലേ, ആ സെൻറ്റർ പാർട്ടിൽ നമുക്ക് 2 സൈഡിൽ നിന്നും ഇതേപോലെ നീഡിൽ കുത്തി ഇപ്പുറത്തെ സൈഡിലും അതേപോലെ താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ടൈ ചെയ്ത പോലെ ആവും. കോൺട്രാസ്റ്റ് കളർ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. സാധാരണ ബട്ടർഫ്ലൈ സ്റ്റിച്ച് നമ്മൾ നെക്കിൻ്റെ ബോർഡറായിട്ടോ അല്ലെങ്കിൽ ഷോളിൻ്റെ ബോർഡറായിട്ട് സാരി ബോർഡറായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് വീതിയിൽ ബോർഡർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ബട്ടർഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യാം. നമുക്ക് എത്ര വീതിയിലാണോ ബോർഡർ ഡിസൈൻസ് വേണ്ടത് അത്രയും വീതിയിൽ പാരലൽ ലൈൻസ് വരച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഞാനിവിടെ ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ കൂടി കൊടുക്കുന്നുണ്ട്. ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ കൂടി കൊടുക്കുന്നതാണ് കൂടുതൽ ഭംഗി. നമ്മൾ എത്ര വീതിയിലാണോ ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്തത് അതിനനുസരിച്ചുള്ള ബീഡ്സ് സെലക്ട് ചെയ്യണം. ചെറിയ വീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 1 mm 2 mm ബീഡ്സൊക്കെ ഔട്ട്ലൈൻ കൊടുത്താൽ മതി. അതല്ല നമ്മളൊരു 1 ഇഞ്ച് വീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ സാരിക്കൊക്കെ ആകുമ്പോൾ 1 ഇഞ്ച് വീതിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അത്രയും വീതിയിൽ ചെയ്യുമ്പോൾ 3 mm 4 mm ബീഡ്സ് ഔട്ട്ലൈനായിട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ സിംഗിൾ കളറല്ലേ യൂസ് ചെയ്തത്. ഇനി ഡബിൾ കളറിൽ എങ്ങനെ ചെയ്യാമെന്നും കൂടി കാണിക്കാം. മാത്രമല്ല പാരലൽ ലൈൻസിന് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാതെ എങ്ങനെ ചെയ്യാമെന്നും കൂടി കാണിക്കാം. ഞാൻ പാരലലായിട്ട് 2 ലൈൻസ് വരച്ചു. അതുപോലെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ മാർക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ ചെയ്തപ്പോൾ താഴെ ഈ ഒരു കോർണറിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമുക്ക് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. മുകളിൽ നമ്മൾ ചെയ്തപ്പോൾ പാരലൽ ലൈനിന് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ കൊടുത്ത് അതിന് അകത്തും പുറത്തുമായിട്ടായിരുന്നു സ്റ്റിച്ച് കൊടുത്തത്. ഇവിടെ അങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നില്ല നമ്മൾ. അതുകൊണ്ട് സ്റ്റിച്ച് നമുക്കിഷ്ടമുള്ളിടത്താണ് കൊടുക്കുന്നത്. പക്ഷേ ഫസ്റ്റ് നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് കൊടുക്കുന്നത് അതേ ലൈനിൽ തന്നെ മുൻപോട്ടും കണ്ടിന്യൂ ചെയ്ത് പോകണം. ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ആ പാരലൽ ലൈൻസിലും ലോക്ക് സ്റ്റിച്ച് പുറത്തുമായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. മുകളിലും താഴെയും അതേപോലെ തന്നെയാണ് കൊടുക്കുന്നത്. ആ ഒരു ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, അതിന് തൊട്ട് പുറത്തായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇനി സ്ലാൻറ്റിങ്ങിൽ ആ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ആ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, അതിന് പുറത്തായിട്ട് ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക. ഇനി നീഡിൽ റിവേഴ്സ് മുകളിലേക്ക് പോയി മുകളിൽ ആ ഒരു ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, അതിനുശേഷം അതിന് തൊട്ടടുത്തായിട്ട് മുകളിലായിട്ട് ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക. നീഡിലിനെ റിവേഴ്സ് താഴേക്ക് കൊണ്ടുവരിക, താഴത്തെ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, തൊട്ടടുത്തായിട്ട് ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക. നമ്മൾ മുകളിൽ ചെയ്ത സെയിം അതേ രീതി തന്നെയാണ് കേട്ടോ. ഇവിടെ ആ പാരലൽ ലൈൻസിന് ഔട്ട്ലൈൻ കൊടുക്കാത്തതുകൊണ്ട് പാരലൽ ലൈൻസിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ലോക്ക് സ്റ്റിച്ചും തൊട്ടടുത്തായിട്ട് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ച് കയറി ഇറങ്ങിയൊക്കെ പോവും. ഇവിടെ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ചും ലോക്ക് സ്റ്റിച്ചും കൊടുത്തതിന് ശേഷം നമുക്കവിടെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യണം. ഇവിടെ ഡബിൾ കളർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതേ കളർ തന്നെ നമുക്ക് അടുത്തത് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയായിരുന്നു. ഇനി ബാലൻസ് താഴേക്ക് വരുന്ന ത്രെഡില്ലേ, ആ ത്രെഡിനെ ഇതേപോലെ കുറച്ച് അകലെയായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കല്, അതിന് ഓപ്പോസിറ്റ് സൈഡിൽ എവിടെയെങ്കിലും ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ മുകളിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് മുകളിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത കളർ സ്റ്റാർട്ട് ചെയ്യാം. ലൈനിൽ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം പുറത്ത് ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക. ഇനി സ്ലാൻറ്റിങ്ങിൽ താഴെ ലൈനിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, അതിന് തൊട്ട് വെളിയിലായിട്ട് ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക. ഇനി വീണ്ടും മുകളിലേക്ക് പോവുക, മുകളിൽ ആ ഒരു പാരലൽ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, തൊട്ടടുത്തായിട്ട് ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക. നേരെ താഴേക്ക് വന്ന് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്, വീണ്ടും മുകളിൽ പോവുക, ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. നമ്മൾ കളറ് മാത്രം ചേഞ്ച് ചെയ്തേ ഉള്ളൂ, ബാക്കി സ്റ്റിച്ചൊക്കെ സെയിം അതേപോലെ തന്നെയാണ്. ഇവിടെ 1 സെൻറ്റിമീറ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുക. എൻഡ് നോട്ട് കൊടുത്തതിന് ശേഷം ബാലൻസ് ത്രെഡിനെ ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഗ്രീൻ കളർ ത്രെഡ് മുകളിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിരുന്നില്ലേ, ആ ചെയിൻ സ്റ്റിച്ചിനെ അഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് മുകളിൽ നിന്ന് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാം. ഡബിൾ കളർ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ വേറെയും കളർ ഇതേപോലെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഒരു കളർ സ്റ്റിച്ച് ചെയ്ത് അത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ ഇപ്പോൾ പിങ്ക് കളർ നമ്മളിനി റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ ത്രെഡ് എൻഡ് നോട്ട് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ജെറി ത്രെഡിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ് കേട്ടോ. ജെറി ത്രെഡിൻ്റെ ഔട്ട്ലൈൻ സിംഗിൾ ലെയർ ആയിട്ടല്ല കൊടുക്കുന്നത്, ഡബിൾ ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത്.
ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ വേണമെങ്കിലും കൊടുക്കാം, അതല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് സിംഗിൾ ലെയറായിട്ടോ ഡബിൾ ലെയറായിട്ടോ വേണമെങ്കിലും ഔട്ട്ലൈൻ കൊടുക്കാം. ഇവിടെ ഞാൻ സെൻറ്ററിൽ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമ്മൾ സിൽക്ക് ത്രെഡ് 12 ലെയർ എടുത്ത് ടൈ ചെയ്യുകയല്ലേ ചെയ്തത്. ഇവിടെ അതിന് പകരം ബീഡ്സ് കൊടുത്തു എന്നേ ഉള്ളൂ. സാധാ സൂചി നൂല് ഉപയോഗിച്ചാണ് ഈ ബീഡ്സ് കോർത്തിരിക്കുന്നത്. മുകളിൽ ചെയ്ത സെയിം അതേപോലെ തന്നെ സൈഡിൽ നിന്ന് നമ്മൾ നൂലെടുത്ത് ബീഡ്സ് കോർത്ത് ഒരു സൈഡിലേക്ക് ഇറക്കുക ചെയ്തിരിക്കുന്നത്. ഇവിടെ സെൻറ്ററിൽ ബീഡ്സ് കോർക്കുന്നതിന് പകരം നമുക്ക് ആ ഒരു ഡയമണ്ട് ഷേപ്പ് വന്നിട്ടില്ലേ, അവിടെ വേണേലും ബീഡ്സ് കോർത്ത് കൊടുക്കാം കേട്ടോ. അവിടെ നമുക്ക് റൈസ് ബീഡ്സോ അല്ലെങ്കിൽ വീറ്റ് ബീഡ്സോ അങ്ങനെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ബട്ടർഫ്ലൈ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ. സെക്കൻഡ് മെത്തേഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്